എന്നാണ് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ തൊഴിലാളി സംഘടനയോട് യോഗം വിളിക്കുന്നത് ഈ സർക്കാർ നടപ്പിലാക്കാനാണോ പോകുന്നത്? അല്ല, ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെൻറ്റിൽ ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമം സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അതാണ്. അത് ആഭ്യന്തര വകുപ്പ് പരിശോധിച്ച് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പം തന്നെ വകുപ്പിനായി അനുവദിച്ചു. വിപണി ഇടപെടലിനായി 273 കോടി രൂപയും, അതായത് സൗജന്യ കിറ്റ് ഉൾപ്പെടെ, നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും, ഗതാഗത ചാർജിനത്തിൽ 20 കോടി രൂപയും കൊടുക്കും. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. പിന്നെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. അപ്പോൾ വിപണിയിലെ വിലക്കയറ്റം ഇടപെടാൻ വേണ്ടി ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. നന്നായി. കാരണം 3 ഗഡുക്കളായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കുന്നത്. ആ 3 ഗഡു കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആളുകളാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ 1 ഗഡു കൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. 1 ഗഡു കൊടുക്കുന്നതിനുള്ള 1 ഗഡു കൊടുക്കും, ഉടൻ വിതരണം ചെയ്യും. അല്ല, 1 ഗഡു കൊടുക്കുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് സർക്കാർ, ഉടൻ വിതരണം ചെയ്യും.